ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ക്ലാസ്സിലെ ഒരു കുട്ടി പ്രധാന അധ്യാപകനെ കാണാൻ ഓഫീസ് മുറിയിലെത്തി. കുട്ടി അധ്യാപകനോട് പറഞ്ഞു, എനിക്കിനി സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ല. എന്താണ് മോനെ നിന്റെ പ്രശ്നം? അധ്യാപകൻ ചോദിച്ചു. കുട്ടി പറഞ്ഞു, ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. ഒരു ടീച്ചർ മറ്റൊരു ടീച്ചറുടെ അടുക്കൽ ചെന്ന് മറ്റ് അധ്യാപകരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. കുട്ടികളാണെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നവരാണ്. ഇങ്ങനെയുള്ള സ്കൂളിൽ പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല. അധ്യാപകൻ പറഞ്ഞു, ശരി, നിന്റെ ഇഷ്ടം പോലെ വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് പോയി ചേരാം. എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഒരു ഗ്ലാസ് നിറയെ വെള്ളവുമായി നീ നിന്റെ ക്ലാസ് മുറിയുടെ ചുറ്റും 3 പ്രാവശ്യം നടക്കണം. തറയിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴാതെ വേണം നടക്കുവാൻ. അതിനുശേഷം നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു ഗ്ലാസ് നിറയെ വെള്ളവുമായി അവൻ ക്ലാസ്സിന് ചുറ്റും നടന്നു. ഇതുകൊണ്ട് ക്ലാസ്സിലിരുന്ന കുട്ടികൾ അവനെ കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങി. എങ്കിലും അതിലൊന്നും ശ്രദ്ധിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കളയാതെ അവൻ തിരികെ ഓഫീസിലെത്തി. അധ്യാപകൻ ചോദിച്ചു, നീ വെള്ളവുമായി നടന്നപ്പോൾ ടീച്ചർമാരോ സ്റ്റാഫോ കുട്ടികളോ കുറ്റം പറയുന്നത് കേട്ടോ? ഇല്ല, അവൻ പറഞ്ഞു. കുട്ടികൾ നിന്നെ കളിയാക്കുന്നത് കേട്ടോ? അത് കേട്ടു. പക്ഷെ ആരാണ് പറഞ്ഞതെന്നോ എന്താണ് പറഞ്ഞതെന്നോ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അധ്യാപകൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് അതെന്ന് നിനക്കറിയാമോ? നിന്റെ ശ്രദ്ധ മുഴുവനും ആ കയ്യിലെ ഗ്ലാസ്സിലായിരുന്നു. അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വീഴാതിരിക്കാനായിരുന്നു അത്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെയാവണം. അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് സമയമുണ്ടാവില്ല. ചുറ്റുമുള്ളവർ നിന്നെ പരിഹസിച്ചേക്കാം, അവഹേളിച്ചേക്കാം, അപമാനിച്ചേക്കാം, നിന്നെപ്പറ്റി പരസ്പരം കുറ്റം പറഞ്ഞേക്കാം. പക്ഷേ അതിലൊന്നും നീ പതറാൻ പാടില്ല. ശ്രദ്ധ നിന്റെ ചെയ്തികളിൽ മാത്രമാകണം. നിന്റെ വ്യക്തിത്വത്തിൽ മാത്രമാവണം നിന്റെ ശ്രദ്ധ. നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിന്റെ മാത്രം തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താനാവണം. നിന്റെ ചെയ്തികളിൽ നിന്ന് ശ്രദ്ധ മാറിയാൽ ഉണ്ടാകുന്ന പരാജയത്തെക്കുറിച്ച് മാത്രമാവണം ചിന്ത. അങ്ങനെ പരാജയപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് മാത്രം ആവണം നമ്മുടെ ആലോചന. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണിത്. മറ്റുള്ളവർ എന്തൊക്കെ പറയുന്നു, അവർ എന്തൊക്കെ ചെയ്യുന്നു, അവർ എവിടെയൊക്കെ പോകുന്നു, അവർ ആരെയൊക്കെ കാണുന്നു, ഇതൊക്കെ കണ്ടെത്തുക എന്നതിലാണ് നമ്മുടെ താല്പര്യം. എന്നാൽ സ്വന്തം ജീവിതത്തിലെയും സ്വന്തം കുടുംബത്തിലെയും കാര്യങ്ങൾ പോലും പലപ്പോഴും മറന്നുപോകുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ജീവിച്ചു തീർക്കേണ്ട ഒന്നല്ല നമ്മുടെ ജീവിതം. പരിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കരോട് പറയുന്ന വാക്യം എത്രയോ ശ്രദ്ധേയമാണ്. ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവരാകാതെ സ്വന്തം ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കുന്നവരും നന്മകളെ വികസിപ്പിക്കുന്നവരുമാകാൻ നമുക്ക് സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ, ഇരുൾ നീക്കി മനസ്സേ നവോന്മേഷമേകാൻ വരൂ യേശുവേ, മുഖം